ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പുതുതായി ഞാനിപ്പോൾ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു മാക്ബുക്ക് എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നതായ കുറച്ച് പ്രശ്നങ്ങളെക്കുറിച്ച്, അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന കുറച്ച് കൺഫ്യൂഷനെ കുറിച്ചെല്ലാമാണ് പറയുന്നത്. ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്തപ്പോൾ എനിക്കും ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമുണ്ടാകുമെന്ന് കരുതിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് മാക്ബുക്കിൻ്റെ M4 എന്ന മോഡലാണ്. M4 Pro എന്ന ഈ ഒരു മോഡലാണ് ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കളർ ഇത് സ്പേസ് ബ്ലാക്കിലെല്ലാമാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല ഒരു പെർഫോമൻസ് എല്ലാം എനിക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം 25 വർഷത്തിനടുത്ത് വിൻഡോസ് എല്ലാം യൂസ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ആദ്യമായി ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പീഡിലാണെങ്കിലും പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം നമുക്കിതിൽ കാണാൻ സാധിക്കും. എസ്പെഷ്യലി നമ്മൾ വീഡിയോ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് ഇങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ വളരെയധികം നല്ല ഒരു കൺസിസ്റ്റൻ്റ് ആയ പെർഫോമൻസ് എല്ലാം നമുക്ക് ഈ ഒരു മെഷീനിൽ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ എല്ലാം നോക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മാക്ബുക്ക് പ്രോയുടെ ഈ ഒരു കവറെല്ലാം വന്നിരിക്കുന്നത്. ഇത് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് ഇമേജിൻ എന്ന അവരുടെ ഷോപ്പിൽ നിന്നാണ്. അതായത് ആപ്പിളിൻ്റെ പ്രീമിയം റീസെല്ലർ എല്ലാമാണ് ഇമേജിൻ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഷോപ്പിൽ നിന്നാണ് ഇത് പർച്ചേസ് ചെയ്തത്. ആദ്യം തന്നെ എനിക്ക് ഇത്തരത്തിൽ ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്യണമെന്ന് വന്നപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഏത് കോൺഫിഗറേഷൻ എല്ലാം സെലക്ട് ചെയ്യണമെന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ 4K എല്ലാം എഡിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ എല്ലാം നോക്കിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള അതായത് പ്രോ മോഡൽ തന്നെ സെലക്ട് ചെയ്യുന്നതെല്ലാം ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് M4 Pro എന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കാം. 24 GB മെമ്മറി, അതുപോലെ 1 TB സ്റ്റോറേജ്, M4 Pro ചിപ്പ്, അതുപോലെ 14 ഇഞ്ച് മാക്ബുക്ക് പ്രോ, 14 കോർ CPU, അതുപോലെ 20 കോർ GPU എല്ലാം കൂടിയാണ് ഈ ഒരു മാക്ബുക്ക് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനിലേക്ക് ഞാൻ പോകാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരത്തിൽ പർച്ചേസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇതിലും കുറഞ്ഞ മെഷീൻ അതായത് M4 ചിപ്പ് എല്ലാം യൂസ് ചെയ്യുന്നതിലും നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എല്ലാം നല്ല രീതിയിൽ ചെയ്യാനെല്ലാം സാധിക്കും. എന്നാൽ ഇത്തരത്തിൽ നമ്മൾ നല്ല രീതിയിൽ അതായത് നിങ്ങൾ റെഗുലറായി വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യുന്നവരെല്ലാം ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് പ്രോ വേരിയൻറ്റ് തന്നെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സജഷൻ. പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് എല്ലാം നോക്കി നമുക്ക് അതിനനുസരിച്ചെല്ലാം ഫിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കാര്യമെല്ലാം വന്നപ്പോൾ പിന്നീട് എനിക്കുണ്ടായിരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് നമുക്ക് 16 ഇഞ്ച് വേണോ അതോ 14 ഇഞ്ച് വേണോ എന്നതായിരുന്നു. 16 ഇഞ്ച് ആകുമ്പോൾ ഞാൻ നേരത്തെ ലെനോവോ എല്ലാമാണ് യൂസ് ചെയ്തിരുന്നത്. ലെനോവോയുടെ ആ ഒരു ലാപ്ടോപ്പിൻ്റെ അത്രയും വലുപ്പം തന്നെയായിരുന്നു ഈ ഒരു 16 ഇഞ്ച് എല്ലാം തന്നെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അതിൽ കുറഞ്ഞ സ്ക്രീൻ സൈസ് എല്ലാം വന്നതുകൊണ്ട് തന്നെ ഇത് എടുക്കുകയാണെങ്കിൽ ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാനെല്ലാം സ്മൂത്ത് ആയിരിക്കുമോ എന്നെല്ലാം ഒരു കൺഫ്യൂഷൻ എല്ലാം എനിക്കുണ്ടായിരുന്നു. കാരണം സ്ക്രീൻ സൈസ് ഇപ്പോൾ നേരത്തെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ലാപ്ടോപ്പിനുമായി കമ്പയർ ചെയ്യുമ്പോൾ അതിൽ കുറഞ്ഞ ഒരു സ്ക്രീൻ സൈസ് എല്ലാമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ ആദ്യം കരുതിയത് 16 ഇഞ്ചിൻ്റെ തന്നെ മാക്ബുക്ക് പർച്ചേസ് ചെയ്യാമെന്നതാണ്. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ എല്ലാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷോപ്പിലെല്ലാം കിട്ടുന്നത് 512 GB SSD എല്ലാമാണ്. അതായത് ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി 512 എല്ലാമാണ് സ്റ്റോക്ക് എല്ലാം ഉള്ളതിൽ കാണിക്കുന്നത്. അപ്പോൾ 1 TB എനിക്ക് അതിൽ കാണിക്കുന്നില്ല. 1 TB നമുക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ ഷോപ്പിൽ ഓർഡർ ചെയ്തതിന് ശേഷം ഇത് നമുക്ക് എത്തുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമെല്ലാം വരും. അതിനാൽ തന്നെ ഇത്തരത്തിൽ നമ്മൾ കസ്റ്റമൈസേഷൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി സമയമെല്ലാം എടുത്തായിരിക്കും നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം റിസീവ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഞാൻ മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ചെയ്തത് നമുക്ക് ആപ്പിളിൻ്റെ സൈറ്റിൽ പോയി തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എല്ലാം ഉണ്ട്. അവിടെ ഇതുപോലെ നമുക്ക് ഈ ഒരു 16 ഇഞ്ച് എല്ലാം സെലക്ട് ചെയ്തതിന് ശേഷം 1 TBയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ 512 GB നിന്നും 1 TBയിലേക്ക് പോകുമ്പോൾ നമുക്ക് അഡീഷണലായി 20,000 രൂപയെല്ലാം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കോൺഫിഗറേഷൻ എല്ലാം സെറ്റ് ചെയ്ത് അവിടെ നിന്നും പർച്ചേസ് ചെയ്യാമെന്ന് കരുതി. പക്ഷേ വീണ്ടും എനിക്ക് ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും വലിയ ഒരു സ്ക്രീനിലേക്ക് പോകുമ്പോൾ വലിയ ഒരു പ്രൈസ് ഡിഫറൻസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. അതായത് 14 ഇഞ്ചും 16 ഇഞ്ചുമായി
വലിയ ഒരു പ്രൈസ് ഡിഫറൻസ് എല്ലാം വരുന്നുണ്ട്. അതിനാൽ തന്നെ വീണ്ടും ഞാൻ ആലോചിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, ഇത്തരത്തിൽ വലിയ ഒരു സ്ക്രീൻ വേണോ അതോ ചെറിയ അല്ലെങ്കിൽ 14 ഇഞ്ച് മതിയോ നമ്മുടെ യൂസിന് എന്നെല്ലാം. ഇപ്പോൾ ഞാൻ ഈ ഒരു 14 ഇഞ്ച് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ഇത് വളരെയധികം കംഫർട്ടബിളായി തോന്നി. കാരണം പലപ്പോഴും എനിക്ക് ഇത് എടുത്ത് പോർട്ടബിലിറ്റി എല്ലാം നോക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം തന്നെ കുറച്ച് വെയിറ്റ് എല്ലാമുള്ള ഒരു മാക്ബുക്ക് ആണെങ്കിൽ ഇതെല്ലാം തന്നെ ഭയങ്കര റിസ്ക് ആയ ഒരു സംഭവമായിരിക്കും. എന്നാൽ ഇങ്ങനെ പോർട്ടബിലിറ്റിയുടെ കാര്യത്തിൽ ഈ ഒരു സൈസ് ഇത് പെർഫെക്റ്റ് സൈസ് ആണ് എന്ന് തന്നെ പറയാം. അതുപോലെ ഇപ്പോൾ 2 ദിവസമായി ഞാൻ ഈ ഒരു വീഡിയോ എഡിറ്റിംഗ് എല്ലാം ഇതിൽ ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസും അതുപോലെ സ്ക്രീൻ സൈസ് എനിക്ക് അത്ര വലിയൊരു ഡിഫിക്കൽട്ട് ഒന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇത് ഓരോരുത്തർക്കും അവരുടേതായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ചില ആളുകൾ ഇത്തരത്തിൽ ചെറിയ സ്ക്രീൻ സൈസ് എല്ലാം വാങ്ങി ഇതിൽ നമുക്ക് ഡിസ്പ്ലേ ഔട്ട് എല്ലാം കൊടുക്കാൻ സാധിക്കും. അതായത് ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത് വലിയ ഒരു സ്ക്രീനിലേക്ക്, അതായത് 2 സ്ക്രീൻ വരെ എല്ലാം ഈ ഒരു മാക്ബുക്ക് പ്രോ M4 Pro ചിപ്പ് യൂസ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്തരത്തിൽ നമുക്ക് വലിയ സ്ക്രീനിലേക്ക് വേണ്ടവർക്ക് ഇതിൽ നിന്നും കണക്ട് ചെയ്ത് ഒരു വലിയ സ്ക്രീൻ എല്ലാം പിന്നീട് പർച്ചേസ് ചെയ്ത് അതിലേക്ക് നമുക്ക് ഈ ഒരു ഔട്ടെല്ലാം കൊടുക്കാനെല്ലാം സാധിക്കും. നിലവിൽ എനിക്ക് ഈ ഒരു മോഡൽ എടുത്തതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടാണുള്ളത്. കാരണം എനിക്ക് വലിയ സ്ക്രീനുള്ള ഒരു മാക്ബുക്ക് എല്ലാം ആണെങ്കിൽ അതിൻ്റെ വെയിറ്റ് തന്നെ വളരെയധികം വ്യത്യാസം വരുന്നുണ്ട്. അതിനാൽ തന്നെ പോർട്ടബിലിറ്റി വളരെയധികം ഡിഫിക്കൽട്ടായി തോന്നും. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനായിരിക്കും 14 ഇഞ്ച് എന്നാണ് എൻ്റെ സജഷൻ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായ ഒരു കാര്യമെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഷോപ്പിലെല്ലാം പോയതിന് ശേഷം ഈ 2 സൈസും ഇത് കമ്പയർ ചെയ്ത് ഇതൊന്ന് എടുത്തു നോക്കിയതിന് ശേഷം അതിനുശേഷം എല്ലാം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞാൻ ഈ ഒരു 16 ഇഞ്ചെല്ലാം പർച്ചേസ് ചെയ്തിരുന്നുവെങ്കിൽ എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാക്കിയിരുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം എനിക്ക് പറ്റിയ ഒരു സൈസാണ് ഈ ഒരു 14 ഇഞ്ച് എന്ന് പറയുന്നത്. വളരെ ഈസിയായി എനിക്കിത് ഹാൻഡിൽ ചെയ്യാനെല്ലാം സാധിക്കുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴെല്ലാം കൊണ്ടുപോകാനെല്ലാം വളരെ ഈസിയായി സാധിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സൈസ് ഇത് കറക്റ്റ് സൈസാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു കൺഫ്യൂഷൻ എല്ലാം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ ഏത് സൈസാണ് വേണ്ടത് എന്ന് ഇത് കറക്റ്റായി ഫിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ എടുത്തതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ആ ഒരു സൈസ് ഒന്നും ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല. അതിൽ നമുക്ക് വളരെ വിഷമമെല്ലാം വന്നേക്കാം. അതിനാൽ തന്നെ ഈ ഒരു കാര്യം കമ്പയർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാം പർച്ചേസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ അത്ര എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു പ്രോ ചിപ്പെല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് നമുക്ക് വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും ഇനി നമുക്ക് ഫോട്ടോഷോപ്പ് ആണെങ്കിലും അതല്ല നിങ്ങൾക്ക് ഫൈനൽ കട്ട് പ്രോ എല്ലാമാണ് യൂസ് ചെയ്യേണ്ടത്. ഇതിനെല്ലാം തന്നെ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെഷീൻ തന്നെയാണ് ഇത്തരത്തിൽ ഈ M4 Pro എന്ന ഈ ഒരു മോഡൽ. ഇനി നിങ്ങൾ ഏത് മോഡലാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ഏത് മോഡലാണ് കൂടുതലായി ഇഷ്ടപ്പെട്ടിട്ടുള്ളത്, ഇത് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക.